ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ കൊറിയൻ സ്കിന്ന് പോലെ ആവണം എന്നൊക്കെ അല്ലേ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലേ നമ്മുടെ റൈസ് വെച്ചിട്ട് കൊറിയൻ സ്കിന്ന് പോലെ ആവാന്നുള്ളത്. പക്ഷെ അത് കൃത്യമായ അളവിൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുപോലെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് അതേപോലെ ബ്രൈഡൽ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ടല്ലേ ഡയമണ്ടിൻ്റെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആണല്ലേ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിലോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലാസ്റ്റ് വരെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല അല്ലേ. അപ്പോൾ അരിപ്പൊടി ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് തിളക്കം നൽകാൻ നല്ലോണം സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതേപോലെ തന്നെ കരിവാളിപ്പ് കുറയ്ക്കണം. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന കരിവാളിപ്പും കറുത്ത പാടൊക്കെ മാറ്റാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ചുളിവുകൾ അകറ്റാനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് നീക്കം ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതുമാത്രമല്ല അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതുമാത്രമല്ല നമ്മൾ അരിപ്പൊടി ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യരുത് കേട്ടോ. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് കാച്ചി ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് കാച്ചുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു 1.5 സ്പൂണോളം മതിയാവും. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ഒരു ബേസായിട്ട് യൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഹോം മെയ്ഡ് ഫേഷ്യൽ വീട്ടിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് ഒരുപാട് കട്ടിയിലും വേണ്ട. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിന് കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഇത് അടി പിടിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഒരു ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് സ്കിന്നിൽ ചുളിവ് വരാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഈർപ്പത്തോടെ ചെയ്യണം കേട്ടോ. നമ്മൾ എപ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോൾ സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടി മതി കേട്ടോ. നമുക്ക് ഇനി ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതുപോലെ കട്ടയൊക്കെ ഉണ്ട് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കുട്ടികൾക്ക് നമ്മൾ കൂളൊക്കെ കാച്ചുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറണം. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. കറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ചൂടാറിയാലും നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നമ്മളൊരു ക്രീം എടുക്കുന്ന അതേ ഒരു ഫീലായിരിക്കണം നമുക്കിതിന്ന് കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു ബോക്സിലാക്കി നന്നായി അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് സ്കിന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്, ഡാർക്കായിട്ടുള്ള ഒക്കെ പ്രോബ്ലംസൊക്കെ ഉള്ളവരാണ് വെച്ചാൽ ആഴ്ചയിൽ 2 തവണ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ ഒരു അളവിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ മുഖത്ത് ക്ലെൻസിങ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫേഷ്യൽ തുടങ്ങാൻ പറ്റുള്ളൂ. ഫേഷ്യൽ മാത്രമല്ല, ഇപ്പം നമ്മൾ പുറത്ത് പോവാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോവാണ്, ഇപ്പോൾ മേക്കപ്പൊക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ക്ലെൻസിങ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ളൊരു ക്ലെൻസിങ് കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാനിതിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ആദ്യം ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു 2 സ്പൂണ് ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഫേഷ്യലും ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ഓരോ രീതിയിൽ ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂണോളം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ക്ലെൻസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് മിൽക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഒരു ക്ലെൻസർ തന്നെയാണ് മിൽക്ക്.
ഒന്നില്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സാധാരണ മിൽക്കായാലും മതി. എന്തിനാണ് നമ്മൾ ക്ലെൻസ് ചെയ്യണതെന്ന് പലർക്കും അറിയില്ല അല്ലേ. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ക്രീമുകൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, മേക്കപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചളിയും പൊടിയൊക്കെ, നമ്മുടെ കണ്ണിൽ കാണാത്ത ഒരുപാട് അഴുക്കുകളും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് പോയി നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ ഒരുപാട് ടാൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്ന് നന്നായി ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും മാത്രമേ നമ്മൾ വിചാരിച്ച നല്ല റിസൾട്ട് അതിന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മുഖം ആദ്യം നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങുന്നവരാണ് വെച്ചാലും ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം ഒരല്പം പാലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലോണം ക്ലീൻ ആയി കിട്ടും. അപ്പോൾ കരിവാളിപ്പും കറുത്ത പാടൊക്കെ ഉണ്ട് വെച്ചാൽ നന്നായി മാറി കിട്ടുകയും ചെയ്യും. നമ്മുടെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് കറക്റ്റായിട്ടൊരു മോയ്സ്ചറൈസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കട്ടി തോന്നുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു അളവിന് ആക്കി എടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് ചെയ്യാതെ നോക്കുക. അപ്പോൾ എനിക്ക് മുഖത്ത് കാണിച്ചു തരാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ എല്ലാവർക്കും അതിനോട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ആരും ഇത് റിസൾട്ട് കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഞാനിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രീം എടുത്ത് നന്നായിട്ട് മൂക്കിലും അതേപോലെ തന്നെ കണ്ണിലും എല്ലാവിടെയും ആക്കുക. കണ്ണടച്ചതിന് ശേഷം കണ്ണിൻ്റെ പിരികത്തിൽ, കാരണം നമ്മുടെ കൺമഷി കാര്യങ്ങളെല്ലാം പോകണം കറക്റ്റായിട്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നന്നായി അമർത്തിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലൊരുപാട് തരിതിരിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അമർത്തി എല്ലാവിടെയും ചെയ്യാം. നമുക്ക് കഴുത്തിലും വിട്ടു പോകരുത്, കഴുത്തിലും അതുപോലെ മുഖത്തും തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് മസാജ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് സ്ക്രബാണ് കേട്ടോ, നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ 2 സ്പൂണ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അപ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് സ്ക്രബിന് വേണ്ടി മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് ലെമണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇവിടെ എന്തിനാണ് ലെമൺ യൂസ് ചെയ്യുന്നത് നോക്കട്ടെ. നമുക്ക് ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ലോണം നിറം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറാനും അതേപോലെ നമ്മുടെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ എണ്ണമയമൊക്കെ നമ്മുടെ ചർമ്മത്തിൽ നിന്ന് അകറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഏകദേശം ഒരു 1/2 സ്പൂണോളം മതി കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു തരിതരിപ്പ് ഉണ്ടാവാറുണ്ടല്ലേ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെയും ചിന്നിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകണം വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇതായിട്ട് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടതാണ് തേൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, അരിപ്പൊടി ആകുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹണി ചേർക്കുന്നത്. അപ്പോൾ ഹണി ആകുമ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസിങ് ഒരു എഫക്റ്റ് കിട്ടും. അതേപോലെ തന്നെ മൂക്കൊരു ഉണ്ട് വെച്ചാലും അതേപോലെ കറുത്ത പാടുകൾ ചുളിവുകളൊക്കെ മാറാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ ഹണിയിൽ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിറം വയ്ക്കാൻ നന്നായി സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം ഇവിടെ ഒരു 1.5 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ട വെച്ചാൽ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ആ പഞ്ചസാരയുടെ ആ ഒരു തരിതരിപ്പില്ലേ അതൊന്ന് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മൂക്കിലും ചിന്നിനും ഒക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാജ് കൊടുക്കണതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വേറെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിരികത്തിലും അതേപോലെ തന്നെ കണ്ണിലൊന്നും ആക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി എല്ലാവിടെയും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഐസ് ഇട്ടിട്ട് കൊടുക്കുകയാണ് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഓപ്പണായി കിട്ടും. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐസ് ഇടണം കേട്ടോ. അല്ലാതെ ചിലവർക്ക് വീണ്ടും നമ്മൾ മസാജ് കണ്ടിന്യൂ ചെയ്യുകയാണ് വെച്ചാൽ പിമ്പിൾസ് വരാനും സ്കിന്ന് വേഗം ചൂടാവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പാണ്, അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മസാജിങ് ക്രീം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മസാജിങ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലോട്ട് എടുക്കുന്നത് അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അലോവേറ ജെല്ല് നേച്ചുറലായിട്ടുള്ളത് ചിലവർക്ക് സ്കിന്നിലെ പ്രശ്നങ്ങൾ വരുത്താണ് വെച്ചാൽ ഇതേപോലെ ഒരു നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു അലോവേറ ജെല്ല് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ മസാജ് ചെയ്യുന്ന കാരണം നമ്മുടെ സ്കിന്ന് ഇപ്പോൾ ഒരുപാട് ടൈം നമ്മളതിൽ
സ്കിന്നിൽ കൊടുക്കുന്നത് കൊണ്ട് അലർജി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നവർക്കാണ് വെച്ചാൽ ഇതേപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേറ ജെല്ല് എടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഡ്രൈ ആയി പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ അലോവേറ ജെൽ എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ഒരു ബെനിഫിറ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ലോണം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവായി ഇറങ്ങും. അതുപോലെ സ്കിന്നിൽ വരുന്ന പല പ്രശ്നങ്ങളും മാറാൻ നല്ലൊരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകളാണ് വെച്ചാൽ നമ്മളിതിൽ കുറച്ചും കൂടെ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേനൊക്കെ ഒന്നുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യാനൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. എന്നാലും നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ നല്ലോണം ഒന്ന് പ്രഷർ കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അവിടെ മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കണ്ണിൻ്റെ അവിടെ, കഴുത്തിൻ്റെ അവിടെ, ചെവീൻ്റെ അവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ പ്രത്യേക ഭാഗങ്ങളിലൊന്നും വിടരുത്. അവിടെ എല്ലാവിടെയും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മസാജ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എല്ലാവിടെയും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഓളം നമുക്ക് അത് മസാജ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പാർലറിലൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 15-20 മിനിറ്റൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അത് കറക്റ്റായിട്ട് ആ പ്രഷർ പോയിൻ്റ് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇതൊന്നും അറിയാത്തവരാണ് വെച്ചാൽ ഏകദേശം ഒരു 10 മിനിറ്റ് മസാജ് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് അമർത്തിയിട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഫേസിൽ ഒരു ഫേസ് പാക്കും കൂടെ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമ്മൾ നല്ലൊരു പാക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പൊട്ടാറ്റോയുടെ ഗുണങ്ങൾ പലർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിന് നല്ലോണം തിളക്കം കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് താഴെ വരുന്ന കറുപ്പൊക്കെ മാറ്റാനും അതിന് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതിൽ ഒരുപാട് വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് ബെനിഫിറ്റും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് എടുത്തേക്കുന്നത്. നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് അരച്ചിട്ട് മാറ്റി വെച്ചാണ്. അപ്പോൾ ഏകദേശം അതൊന്ന് മിക്സിയിലിടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഇപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഈ ഒരു അളവിന് കിട്ടിയാലും മതി. നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് അതൊന്ന് കറക്റ്റായി നിൽക്കണം വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ നമ്മുടെ അരിപ്പൊടിയുടെ മിക്സും കൂടെ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. അടുത്തത് എടുത്തിരിക്കുന്നത് കടലമാവാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കടലമാവിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ, മിനറൽസൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് തന്നെ നമുക്ക് ഹണി ആഡ് ചെയ്യാം. അപ്പോൾ ഹണി ഇതിൽ മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. കാരണം കടലമാവും അതേപോലെ തന്നെ അരിപ്പൊടിയും കുറച്ച് ഡ്രൈ ആക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിൽ ഹണി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അല്പം ഒലീവ് ഓയിലും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്ത് നമുക്ക് ഒരുപാട് ടൈം ഇട്ട് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് സ്കിന്ന് കുറച്ച് ഡ്രൈ ആയി പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് ഉണങ്ങിയെന്ന് ചെറിയൊരു വലിവ് വരണമെന്ന് കാണുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വാഷ് ചെയ്യാതെ നമ്മളൊരല്പം മുഖത്ത് വെള്ളമാക്കിയതിന് ശേഷം നന്നായിട്ട് മൂക്കിലും അവിടെ ഒന്ന് സ്ക്രബ് ചെയ്ത പോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ടും കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ സ്കിന്നൊന്ന് പ്രൊട്ടക്റ്റീവ് ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് ഫേഷ്യൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മോളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതേപോലെ തന്നെ ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുക്കിംഗ് ആണെങ്കിലും കിച്ചൺ ടിപ്സുകളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്, അസ്സലാമു അലൈക്കും.